മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതോ പൈജാമയുടെ വള്ളി അഴിക്കുന്നതോ പീഡനശ്രമമായി കാണാൻ കഴിയില്ലെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ വിധി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി. വി ദ വുമൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. വിവേകമില്ലായ്മയാണ് ഇത്തരം വിധിയിലേക്ക് നയിക്കുന്നതെന്ന് വേദനയോടെ പറയേണ്ടി വരുന്നുവെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ജിഷ്ണു, അലഹബാദ് കോടതിയുടെ വിധി, അതുപോലെ കോടതിയുടെ പരാമർശങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ വിചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ? അനിൽ നമ്പ്യാർ, രൂക്ഷമായ വിമർശനത്തോടെയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവും നിരീക്ഷണവും ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട വാദത്തിലായിരുന്നു പെൺകുട്ടിയുടെ മാറിടത്തിൽ സ്പർശിക്കുന്നതും ഒപ്പം പൈജാമയുടെ കെട്ടഴിച്ച് വലിച്ചിഴയ്ക്കുന്നതുമൊന്നും ബലാത്സംഗ ശ്രമമല്ലെന്ന വിവാദമായ വിചിത്രമായ നിരീക്ഷണം അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയത്. വിഷയത്തിൽ അഭിഭാഷക നൽകിയിട്ടുള്ള കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഈ കേസ് പരിഗണിക്കവേ ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് രൂക്ഷമായ വിമർശനം അലഹബാദ് ഹൈക്കോടതിക്കെതിരെയും വിധി പുറപ്പെടുവിച്ചിട്ടുള്ള ജഡ്ജിക്കെതിരെയും നടത്തിയിട്ടുണ്ട്. നിർവികാരവും മനുഷ്യത്വരഹിതവുമായ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയത്. ജഡ്ജിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തേണ്ടി വരും. ഒപ്പം ഹൈക്കോടതിക്ക് തികഞ്ഞ അശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതും ജസ്റ്റിസുമാരായ BR ഗവായ് ഒപ്പം AG മസി എന്നിവരടങ്ങിയിട്ടുള്ള ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പോക്സോ കേസിൽ സമൻസ് അയക്കാനുള്ള കീഴ്ക്കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു രണ്ടുപേർ നേരത്തെ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വാദത്തിന്റെ ആ കേസുമായി ബന്ധപ്പെട്ട വാദത്തിനൊടുവിലാണ് പെൺകുട്ടിയുടെ മാറിടത്തിൽ പിടിക്കുന്നതോ സ്പർശിക്കുന്നതോ പൈജാമയുടെ കെട്ടഴിച്ചുകൊണ്ട് വലിച്ചിഴയ്ക്കുന്നതോ ബലാത്സംഗ ശ്രമമായി കാണാൻ സാധിക്കില്ല എന്ന് നിരീക്ഷിച്ചുകൊണ്ട് പ്രതികൾക്ക് അനുകൂലമായ ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി നടത്തിയത്. അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഈ കോടതി വിധി ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന ആവശ്യം കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരുന്നു. ഒപ്പം ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ഹൈക്കോടതി വിധി അംഗീകരിക്കാനാകില്ലെന്നും അത് വിമർശനത്തിന് രൂക്ഷമായ വിമർശനം നേരിടേണ്ട നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയതെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറലും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും രൂക്ഷമായ വിമർശനത്തോടെ ജഡ്ജിക്ക് തികഞ്ഞ ശ്രദ്ധക്കുറവുണ്ടായി, ജഡ്ജിക്കെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തേണ്ടി വരും തുടങ്ങിയിട്ടുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വിചിത്രമായ വാദങ്ങൾ നടത്തിയിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. അനിൽ നമ്പ്യാർ. പീഡനക്കേസിലെ വിവാദ വിധി, അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വി ദ വുമൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയാണ് വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. വിവേകമില്ലായ്മയാണ് ഇത്തരം വിധിയിലേക്ക് നയിക്കുന്നതെന്ന് വേദനയോടെ പറയേണ്ടി വരുന്നുവെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.